അസ്സലാമലൈക്കും ഓൾ. അസ്സലാമലൈക്കും ഓൾ. എങ്ങനെ പറയണോ? അസ്സലാമലൈക്കും ഓൾ. ഞങ്ങൾ ഇന്ന് കൊല്ലത്തിന്റെ അടുത്ത് ഒരു കല്യാണത്തിന് പോവാണ്. അത് കഴിഞ്ഞിട്ട് എങ്ങനെ ചുമ്മിച്ച് പറയണ? ഓക്കെ മതി നിർത്തിക്കോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ജഡായു പാറ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അവിടെ പോയിട്ടുള്ള കാര്യം ഇനി കാണിക്കാം കേട്ടോ. ബൈ. മണ്ടത്തെത്തിയപ്പോൾ ഒരു 12-12:30 ആയി. ഞങ്ങൾ വിചാരിച്ച കല്യാണമൊക്കെ കഴിഞ്ഞു, ലേറ്റായി കാണുമെന്ന്. അപ്പോൾ പയ്യൻ പോലും എത്തിയിട്ടില്ലായിരുന്നു. പക്ഷേ പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ നിന്ന് മണിക്കൂട്ടൻ ചേട്ടനെ കണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവരോട് കുറച്ച് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളിപ്പോൾ കല്യാണ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി തിരിച്ചിപ്പോൾ ജഡായു പാറയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു 10 കിലോമീറ്റേഴ്സ് അത്രയൊക്കെ ഉള്ളൂ. ഇങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള വഴിയൊക്കെ നല്ല രസമാണ് കേട്ടോ. ചെറിയൊരു മഴയുടെ ഒരു ചെറുതായിട്ട് മഴയും തൂറ്റുന്നുണ്ട്. പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അവിടെ പോകുമ്പോൾ മഴ തൂറ്റിക്കഴിഞ്ഞാൽ ആകെ മൊത്തം സീനാവും. പോകുന്ന വഴിക്ക് റോഡൊക്കെ അടിപൊളിയാണ്. പക്ഷെ നല്ല അമ്മയൊക്കെ ഉണ്ട്, ഇരുണ്ട് വരുന്നുണ്ട്. അവിടെ പോയപ്പോൾ മഴ പെയ്താൽ പിന്നെ പണിയാവും. ഇച്ചിതാ ക്യൂരിയസ് ആയിട്ടിരുന്ന് ജഡായു പാറ എന്തോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇച്ചു മനസ്സിലായ എന്താന്ന്? ഓക്കെ, നമുക്ക് പോവാം ഈഗിളിന്റെ സ്ട്രക്ചർ കാണാൻ. ഓക്കെ, ബൈ പറ. ശരിക്കും ഗൂഗിൾ നോക്കി പോയതുകൊണ്ട് അവർ ഞങ്ങളെ ഷോർട്ട് കട്ട് വഴിയാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് ഇതുപോലത്തെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്തൂടെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. 2 സൈഡ് റബ്ബർ തോട്ടവും പിന്നെ ആ ഒരു അന്തരീക്ഷവും ചെറിയൊരു മഴക്കോളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു അതുവഴി പോകാനായിട്ട്. പക്ഷെ മഴ പെയ്യുമെന്ന് നല്ല പേടിയുണ്ടായിരുന്നു മനസ്സിൽ. പേടിച്ചതുപോലെ തന്നെ മഴ പെയ്യുകയും ചെയ്തു. നല്ല രസമുണ്ട് കേട്ടോ ഇതുവഴി പോകുമ്പോൾ. നല്ല ക്ലൈമറ്റും പിന്നെ ഇവിടെയൊക്കെ നോക്കിയപ്പോൾ നല്ല റബ്ബർ തോട്ടമൊക്കെ ആയിട്ടുള്ള നല്ല സ്ഥലമാണ്. കൊല്ലമാണിത്. നല്ല അടിപൊളി. ശരിക്കും കൊല്ലത്ത് നമുക്ക് കാണാനായിട്ട് വേറെ സ്ഥലമുണ്ടോയെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്കറിയാമെന്നുള്ള ഇനി ജഡായു പാറയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഇവിടുത്തെ ഈ ഒരു നേച്ചറൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അവിടെ പോകുന്ന വഴികളും ഒക്കെ കാണാൻ രസമുണ്ട്. ഒരുപാട് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ഇഷ്ടം പോലെ. മഴ തോറ്റുവാണ്. മഴ തോറ്റുന്നു. നല്ല സമയമാണ് വന്നത്. വണ്ടിക്കകത്തുണ്ടല്ലോ മക്കളെ. ഭയങ്കര രക്ഷയില്ലാത്ത മഴയാണല്ലോ. ഇപ്പോൾ കുറച്ചായപ്പോൾ മഴ ഒന്ന് മാറി തുടങ്ങി. കുറച്ചൊന്ന് സമാധാനമായി. ഇച്ചുകൊണ്ട് കൂടാ, അതാണ് ഏറ്റവും വലിയ റിസ്ക് അല്ലേ? ജലദോഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ആൾ പുറത്തിറങ്ങിയതേ ഉള്ളൂ. ഒരു ഡോസ് മരുന്നൊക്കെ എടുത്തിട്ട്. അതുകൊണ്ടാണ് പ്രശ്നം. ഇങ്ങോട്ട് അധികം ഇല്ല അല്ലേ? എന്നാലും പെയ്തിട്ടുണ്ട്. ചടയമംഗലം ജുമാ മസ്ജിദ്. റോഡൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയാണ്. പോകാനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. മറ്റേത് കുണ്ടും കുഴിയൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടായിരിക്കും. റോഡ് നല്ല അടിപൊളി റോഡാണ്. മുകളിൽ കാണണ്ട. In 500 meters, turn left onto Chadayamangalam Pallikal Road. Head south on Kilimanur, Kotrakara Road per Megakulam Road, then turn left. കുറച്ച് നല്ല മഴയാണ്. ഇതാണ് എൻട്രൻസ്. കാണുന്നില്ല എന്ന് തോന്നുന്നു. നമ്മളിവിടെ എൻട്രൻസ് പാസ് ഒക്കെ എടുത്തിട്ടാണ് കയറിയത്. പാർക്കിംഗ് ഏതാണ്ട് 30 രൂപയാണ് അല്ലേ? പാർക്കിംഗ് ചാർജ് 30 ആയത്. നല്ല രസമുണ്ട് കേട്ടോ. 2 സൈഡിൽ നിന്ന് ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട്. ഇവിടെ മുളയാണ്.
പുറത്ത് മഴയാണ് ഗൈസ്. വണ്ടിയൊക്കെ നമ്മളിവിടെ പാർക്ക് ചെയ്ത് മഴ കാരണം കുടയൊക്കെ എടുത്തിട്ടുണ്ട്. പാൻറ്റൊക്കെ മാറ്റി റെഡി ആയതാ പോവാണ്. അങ്ങ് മുകളിൽ പോണം നമ്മൾ. നമ്മളിവിടെ വന്നതിന് ശേഷം നല്ല വെയിൽ ഒഴിച്ചിട്ടുണ്ട്. നല്ല വെയിലടിക്കണം. ഓ നല്ല വെയിൽ മാറി. Single sculpture visit cable car. Sir name. എൻട്രൻസിലെത്തിയ ഉടനെ ഞങ്ങൾ ടിക്കറ്റാണ് എടുത്തത്. ഫ്രണ്ടിൽ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഒരു ക്ലോക്ക് റൂമുണ്ട്, പിന്നെ ഒരു വാഷ് ഏരിയ, ഒരു ടോയ്ലറ്റ് ഏരിയ, അങ്ങനെയാണുള്ളത്. ഞങ്ങൾ 2 പേർക്കുള്ള ടിക്കറ്റാണ് എടുത്തത്. 2 പേർക്കും കൂടെ 600 രൂപ ഒക്കെ ആയി. ഒരാൾക്ക് 300 രൂപ സംതിങ് ആവും. പിന്നെ ഇസാനാണെങ്കിൽ ഏകദേശം ഒരു 19-20 സെൻറ്റിമീറ്ററിന് മുകളിലുള്ള കുട്ടികൾക്കാണെങ്കിൽ ടിക്കറ്റ് എടുക്കണം. എങ്ങനെയുണ്ട് എക്സൈറ്റ്മെൻ്റ് ഒക്കെ? ഇവിടെ ടിക്കറ്റിന് താഴെ നമ്മൾ ഒരാൾക്ക് 300 രൂപ വെച്ച് അടയ്ക്കണം. അതിനുശേഷം ഇനി മുകളിൽ പോയിട്ട് ആദ്യം ഇവിടുത്തെ മലയുടെ മുകളിൽ റോക്കിൻ്റെ മുകളിൽ കയറാൻ മാത്രമാണ് 300 റുപ്പീസ്. ഇനി അവിടെ മുകളിൽ കയറിയതിന് ശേഷം കേബിൾ കാർട്ട് യൂസ് ചെയ്യാൻ 300 റുപ്പീസ്. ടോട്ടൽ 600 റുപ്പീസാണ് ആവുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിൽ പോയിട്ട് കാണാം. ഇവിടെ നിന്ന് നമുക്ക് ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി അകത്തോട്ട് പോകാൻ. അപ്പോൾ അതിലോട്ട് പോകണേ. ഫുള്ളൊരു മിലിറ്ററി ആ ഒരു നല്ലൊരു ഹൈജീനായിട്ട് തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളി സെറ്റപ്പായിട്ട് നല്ലൊരു സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു ഫുഡ് പാക്കറ്റോ അല്ലെങ്കിൽ ഒരു വാട്ടർ ബോട്ടിലോ ഒന്നും അവർ അലോഡ് ചെയ്യത്തില്ല. നല്ലതായിട്ട് ഫുൾ ആ ഒരു ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അകത്തോട്ട് കയറ്റി വിടുള്ളൂ. എൻ്റെ ബാഗിലൊരു ചിപ്സ് പാക്കറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് ഞാനത് താഴെ കൊണ്ടുവച്ചിട്ടാണ് വന്നത്. പിന്നെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഇതാണ് വാക്ക് ഏരിയ എന്ന് പറയുന്നത്. ഇതാണ് വാക്കിംഗ് സൈഡ്. നമ്മളിപ്പോൾ കേബിൾ കാർട്ടിന് വേണ്ടിയുള്ള ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇതുവഴിയാണെങ്കിൽ ഒരുപാട് കയറാനുണ്ട്. മോനെ വെച്ചുകൊണ്ട് കയറാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതുവഴി വന്നത്. കേബിൾ കാർട്ട് എക്സ്പീരിയൻസ് ചെയ്യാം, പെട്ടെന്ന് മുകളിലെത്തുകയും ചെയ്യാം. സൂപ്പർ സെറ്റപ്പാണ് കേട്ടോ. ഇവിടെ നല്ല അടിപൊളി സെറ്റപ്പാണ്. ഫുൾ മിലിറ്ററി ആയിട്ട് അവർ നന്നായിട്ട് തന്നെ ഇതിനെ ഇത് ചെയ്തിട്ടുണ്ട്. ചെക്കിങ് ആയിരുന്നാലും എല്ലാം അടിപൊളി. താഴത്തെ എൻട്രൻസ് ടിക്കറ്റ് എടുത്തതിന് ശേഷം ആ ടിക്കറ്റ് ഇവിടെ കാണിക്കുമ്പോഴാണ് അവർ അടുത്തിന് കേബിൾ കാർട്ടിനുള്ള ടിക്കറ്റ് തരുന്നത്. ഇവിടെ ഒരാൾക്ക് കേബിൾ കാർട്ടിന് 330 റുപ്പീസാണ് ആവുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് 2 രൂപ കൂടെ ഒരു 630 റുപ്പീസായി. അതിന് ശേഷമാണ് നമുക്കിനി അകത്തോട്ട് കേബിൾ കാർട്ടിന് വേണ്ടിയുള്ള അടുത്ത പ്രോസസ്സിലോട്ട് പോകേണ്ടത്. ഗ്രാൻഡ് ടോട്ടൽ 630 റുപ്പീസായി ഞങ്ങൾ 2 പേർക്ക്. നമുക്ക് ആദ്യം എൻട്രൻസിന് മാത്രമാണ് 300 റുപ്പീസ് വേണ്ടത്. അതിനുശേഷം കേബിൾ കാർട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 350 റുപ്പീസ് ആവും. ടോട്ടൽ
ഒരാൾക്ക് കേബിൾ കാർഡും പിന്നെ എൻട്രൻസും കൂടെ ആയിട്ട് 630 rupees എന്തോ ആവും. ഓക്കെ, നടന്ന് കയറാൻ മാത്രമാണെങ്കിൽ പൈസ അതിനാവത്തില്ല. ജസ്റ്റ് എൻട്രൻസ് ഫീ മാത്രം കൊടുത്താൽ മതി, ഒരു 300 rupees കൊടുത്താൽ മതി. അങ്ങനെയാണ്. പിന്നെ ഇവിടെ നമ്മുടെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ അകത്ത് വന്ന് കേബിൾ കാർഡിന് വേണ്ടിയുള്ള അകത്ത് എൻട്രിക്ക് വേണ്ടി നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അകത്ത് കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മളിനി കയറ്റിവിടാം. ഇവിടെയും ചെറിയൊരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ചെറിയ സ്റ്റാച്യൂസൊക്കെ വെച്ച് കുറച്ച് ഇവിടെയും ചെറിയൊരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പൊക്കെ ഉണ്ട്. കുറച്ച് ടോയ്സും ബോട്ടിൽസും മിറേഴ്സും പിന്നെ അതിൻ്റെ തന്നെ ചെറിയ സ്ട്രക്ചേഴ്സും ആ കേബിൾ കാർഡിൻ്റെ ചെറിയ സ്ട്രക്ചറൊക്കെ വെച്ചിട്ടുള്ള ചെറിയ ടോയ്സൊക്കെ വെച്ചിട്ടുള്ള ജഡായി പിന്നെ നൈൻ ഇങ്ങനെയാണ് പോകുന്നത്. ആ ഒരു സെഷൻ കഴിഞ്ഞിട്ടായിരിക്കും ഫോട്ടോ എടുത്തില്ലേ, ഈ ഫസ്റ്റ് ഫ്ലോറിൽ കാണിക്കുമ്പോൾ അവർ പ്രിൻ്റ് ഔട്ട് എടുത്ത് തരുമെന്നാണ് പറഞ്ഞത്. സെക്കൻഡ് ഫ്ലോറിലാണ് കേബിൾ കാർഡിലാണ്. അടിപൊളിയാണ് കേട്ടോ, ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. നമ്മൾ 650 rupees വാങ്ങിച്ചാൽ അത് വേർത്താണ്. ഫുൾ സെൻട്രലൈസേഷൻ ഫുൾ സെറ്റപ്പും അടിപൊളിയാണ്. ഇവിടെ ഒരു ക്യാൻറ്റീനും പിന്നെ ഒരു കളിക്കാനുള്ള ഗെയിം സെക്ഷനൊക്കെയാണ്. ഇതാണ് ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് ഫോട്ടോ പർച്ചേസ് ചെയ്യണം അപ്പോൾ തിരിച്ച് വരുമ്പോൾ. ഓക്കെ, നമുക്ക് മുകളിൽ പോയി. ഞങ്ങളൊരു സൺഡേ ആണ് പോയത്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൂടാതെ ഇതൊരു ഹിന്ദു മിത്തോളജിക് ഡിവോഷണൽ സ്പേസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ, ഈ നോർത്ത് ഇന്ത്യൻസൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇവിടെ വന്ന് ഇത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം ഈ 4 കേബിൾ കാറാണ് വരുന്നത്. ഒരു കാറിൽ 6 പേരെയാണ് കയറ്റുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴേക്കും ഒരു 4-5-6-7 സ്റ്റെപ്പ് വന്നതിന് ശേഷമാണ് ഞങ്ങൾക്കുള്ള ഊഴം എത്തിയത്. അത് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു. ഈ വരുന്ന കേബിൾ കാറിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അവർ ആളുകളെ സെറ്റ് ചെയ്യും. 6 പേര് ആദ്യത്തെ കേബിൾ കാറിലാണ്, പിന്നെ 6 പേര് സെക്കൻഡിലാണ്, പിന്നെ 6 പേര് തേർഡിലാണെന്ന് പറഞ്ഞ് ഇങ്ങനെ അപ്പോൾ തന്നെ എണ്ണി ആളുകളെ സെറ്റ് ചെയ്ത് നമ്മൾ അപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് നിർത്തും. കാരണം ഇത് ഇങ്ങനെ സ്ലോ ആയിട്ട് വരുന്നെങ്കിലും ഇതിങ്ങനെ മൂവ് ആയിക്കൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് നമ്മളതിൽ കയറണം. അതുകൊണ്ട് തന്നെ അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് പറഞ്ഞ് വെക്കും, ഇന്ന അടുത്ത തേർഡിലാണ് തേർഡ് കമ്പാർട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് കയറണം എന്ന് ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ അതിനുശേഷം ഞങ്ങൾക്ക് തേർഡാണ് കിട്ടിയത്.
സ്റ്റാർട്ടായി. ഇവിടെ ഇരിക്കത്താ, കുഴപ്പമില്ലല്ലോ, വീഡിയോ എടുക്കാം. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് കേബിൾ കാർട്ട്? ഫസ്റ്റ് ടൈം അല്ലേ നീ കയറുന്നത്? ഫസ്റ്റ് ടൈം. അടിപൊളി, നല്ല ഫാസ്റ്റ്, നല്ല സ്പീഡിലാട്ടോ അത് പോകുന്നത്. ഇത് ആടുന്നൊക്കെ ഉണ്ട് കേട്ടോ. സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. നടന്നു കയറാനാണെങ്കിൽ ഒരുപാട് നമുക്ക് നടന്നു കയറാം. പക്ഷെ ഇതിലാകുമ്പോ ഒന്നും ആൾക്കാർ ഒരുപാട് വരും, അത്രയ്ക്കുണ്ട്. അടിപൊളിയായി കയറും. ഇവിടെ നോക്കിയോ, രക്ഷയില്ല, ഭയങ്കര വ്യൂ ആട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. അടിപൊളി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെ അല്ലേ? നല്ല ഹൈറ്റിൽ എത്തിയിട്ടുണ്ട്, നല്ല ഹൈറ്റിൽ പെട്ടെന്ന് എത്തിയും ഫീൽ എങ്ങനെയുണ്ട്? രക്ഷയില്ല, അടിപൊളിയാണ്, സൂപ്പറാണ്. നമുക്ക് ചുറ്റും നോക്കാം, നമ്മൾ എയറിലാണ്, അടിപൊളിയാണ്. നല്ല ഹൈറ്റിലാണ് നമ്മളിപ്പോ. ഇവിടെ നിർത്തുകയാണ്, അവിടെ അവിടെ എടുത്തു. ജഡായുടെ ആ ഒരു സംഭവം കണ്ടു തുടങ്ങി കേട്ടോ. നേരെ മോനെ, എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് പറ, എങ്ങനെയുണ്ടെന്ന് പറ, എക്സ്പ്ലെയിൻ ചെയ്ത് പറ. എന്ത് ഫീൽ ചെയ്തു നിനക്ക്? പറ. ഹെലിപാഡാണ്, ഇതാണ് ഹെലിപാഡ്. ഇവിടെ നിന്നാ ഹെലിപാഡ് കാണാനുണ്ടോ? ഇത് എവിടെയാണ്? അവിടെ ഹെലികോപ്റ്റർ ഒന്ന് നിൽക്കും. ഇത് നോക്കുക, രക്ഷയില്ല, കാറ്റില്ല. ഫോട്ടോ എടുത്തോളൂ. അതെന്തെന്നറിയാമോ നിർത്തിയത്? ഇത് പോണത് കൊണ്ടാണ് നിർത്തിയത്. ഹെലിപാഡ് അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. ശരിക്കും അടിപൊളി സ്പോട്ടാണ്. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് നമുക്ക് തൊട്ടടുത്താണ്, പെട്ടെന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ്. ഒരു രക്ഷയില്ല കേട്ടോ, എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യാൻ. വീണ്ടും ഹൈറ്റിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മുകളിലെത്തി. ഇതേ ജഡായി പാറ അവിടെ കാണുന്നുണ്ട്, കണ്ടോ? അവിടെ ഇവിടെയാണ് കേറി കേറി ഐകളെ കണ്ടോ? ജഡായിയുടെ ആ ഒരു സ്ട്രക്ചർ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നിന്ന് കണ്ടു, ഇത് കാണാനാണ് നമ്മൾ പോകുന്നത്. കേട്ടോ, ആ ഈകളാണത്, കാലത്. ഇതാണ് നടന്ന് കയറിയിട്ട് അവർ ഇറങ്ങുവാണ്. നല്ല പാടാണ് നടന്ന് കയറാനാണെങ്കിൽ, നല്ല കഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഇതിൻ്റെ മുകളിലൊരു ടെമ്പിളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ഇവിടെ കൂടുതലായിട്ട് കണ്ടത്. നമ്മൾ എത്താറായിട്ടുണ്ട്, നമ്മൾ എത്താറായിട്ടുണ്ട്. പിന്നെ ഉണ്ടാത്ത ഇളകുന്നത് അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. അതാണ് അത് ഇങ്ങനെ അവിടെ ഗ്ലാസ് ആയിട്ട് അത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല രസമുണ്ട്. പക്ഷെ
ദൂരം നിന്ന് ഈ കേബിൾ കാർട്ടിൽ കാണാനായിട്ട്. അതൊന്നും രക്ഷയില്ല. ആ അത് ഈ രക്ഷയില്ല, മലയുടെ അടിപൊളിയായിട്ടുണ്ട്. മേളിൽ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യണം, രക്ഷയില്ല. അതെല്ലാം റോക്കാണ്. ഇപ്പം നമ്മൾ എത്തിയിട്ടുണ്ടേ. ഇവിടെ നമ്മൾ എങ്ങനെയാണ് വന്നത് അതുപോലെ നമ്മൾ തിരിച്ചിറങ്ങാൻ പോവുകയാണ്. വെള്ളം ഉണ്ടോന്ന് വെള്ളം നോക്കണേ. നമ്മളാണ് ഇറങ്ങാനുള്ളത്. അടുത്തത് നമ്മളാണ് ഇറങ്ങാനുള്ളത്. ഫൈനലി നമ്മൾ റീച്ച് ആയിട്ടുണ്ട്. ഇതാണ് സ്ട്രക്ചർ. അകത്തിന് കുറച്ച് മ്യൂസിയം ഒക്കെ ആയിരിക്കും. നമുക്കൊന്ന് പോയി നോക്കാം എന്താണെന്ന്. കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാം. ഇവിടെ നിന്നുള്ള വ്യൂ സൂപ്പറാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അവിടെ നോക്കാം, ഒരു പാടമൊക്കെ ഫുൾ ഗ്രീനറിയാണ്. അടിപൊളിയാണ് കേട്ടോ ഇവിടെ നിന്നുള്ള സീനറി. അടുത്ത് വേറെ കേബിൾ കാർട്ട് ഇതേ വരുന്നുണ്ട് നമ്മൾ വന്നതുപോലെ. നല്ല കാറ്റുമാണ്, കൂടാതെ ഇവിടുത്തെ ആ ഒരു സീനറിയൊക്കെ പൊളിയാണ്. നമ്മൾ വന്ന കാർട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോഴേക്കും വേറൊന്ന് വരുന്നുണ്ട്. ഇതേ ഒരു രക്ഷയില്ല കേട്ടോ. കേബിൾ കാർട്ടിൽ നിങ്ങൾ എന്തായാലും മസ്റ്റ് ചെയ്യണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. കൂടാതെ ഇവിടെ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ. കാരണം ഇവിടുത്തെ ആ ഒരു ഫെസിലിറ്റി ആയിരുന്നാലും എല്ലാം ഒരു രക്ഷയില്ല കേട്ടോ. മെട്രോ എന്ന രീതിയിലൊക്കെയാണ് നമുക്ക് ആദ്യം എൻട്രൻസും ഒക്കെ ഉള്ളത്. പിന്നെ അതിനുശേഷം നമ്മളിവിടെ വന്നു കഴിഞ്ഞാലും നല്ല രസമാണ്. വന്നു കഴിഞ്ഞാൽ ആ ഒരു കാറ്റും പിന്നെ ഈ ഒരു നേച്ചറും ആ ഒരു സ്ട്രക്ചറും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ. ഞാൻ ട്രിവാൻഡ്രത്തുണ്ടായിട്ട് ഇത്രയും ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ഇത്രയും അടിപൊളിയായിരിക്കും ഒരിക്കലും വിചാരിച്ചില്ല. ട്രിവാൻഡ്രത്തുള്ളവർക്കാണെങ്കിൽ ഭയങ്കര അടുത്താണ് നമുക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ ഇവിടെ. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ അകത്തോട്ട് പോയി നോക്കാം കേട്ടോ. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളതെന്നും. എനിക്ക് തോന്നുന്നു മ്യൂസിയം പോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. കാരണം ഇത് ഹിന്ദു മിത്തോളജിയിലുള്ള ഒരു സ്പേസ് ആയതുകൊണ്ട് തന്നെ രാമൻ്റെ കാൽപാദം പതിഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട് അങ്ങോട്ടായിട്ട്. അത് അങ്ങോട്ടാണ് പോവേണ്ടത്. രാമൻ്റെ കാൽപാദം പതിഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട്. നല്ല കാറ്റാണ് കേട്ടോ. അങ്ങോട്ട് പോയി നോക്കാം. ഫോട്ടോ എടുക്കല്ലേ. അതിൻ്റെ ചിറകിൻ്റെ ഒരു തൂവലാണ് ഇത്രയും വലുതായിട്ട്. നമ്മൾ 2 ലൈം ജ്യൂസ് എടുത്തായിരുന്നേ. 2 കൂടെ 80 രൂപയായി. ഇതിൻ്റെ മുകളിൽ വേറെ ഫുഡ് ഐറ്റമോ പിന്നെ വാട്ടറോ ഒന്നും കൊണ്ടുവരാൻ പാടില്ല. അതിൻ്റെ മുകളിൽ ഈ ഒരു കട മാത്രമാണ് ഉള്ളത്. അവിടെ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള തിങ്സ് മാത്രമേ ഉള്ളത്. പഴംപൊരി, പരിപ്പ് വട, ഉഴുന്നുവട അങ്ങനെയുള്ളതൊക്കെ ഉള്ളതും പിന്നെ നാരങ്ങ വെള്ളം, പിന്നെ ചായ ഉണ്ട്, കോഫിയുണ്ട്. എല്ലാം സ്റ്റീൽ ഗ്ലാസ്സിലാണ് നമുക്ക് തരിക. അപ്പോൾ അങ്ങനെ അത് മാത്രമേ ഉള്ളൂ. കാരണം അവർ അത്രയും നല്ല നീറ്റായിട്ടാണ് അവിടെ കീപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ മങ്കീസൊക്കെ വന്നാലും അതിനൊന്നും ഫുഡ് കൊടുക്കാനോ പിന്നെ മങ്കീസിനെ കയറ്റാനോ ഒന്നും പാടില്ല. കൂടാതെ അവിടെ വാച്ച്മാനും അതിനുള്ള ലാടയൊക്കെ വെച്ചിട്ടുള്ള വാച്ച്മാനൊക്കെ നിൽപ്പുണ്ട്. മങ്കീസൊക്കെ വന്ന് അവരതിനെ തുരത്തി ഓട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട്. ഒരുപാട് ആൾക്കാരെ, ഒരുപാട് വിസിറ്റേഴ്സിനെ കണ്ടു ഞങ്ങൾ. ശരിക്കും വാസ്റ്റായിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് ശരിക്കും ആളുകൾ അറിയാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല വാസ്റ്റായിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. നല്ല വലിയ ഏരിയയാണ്. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു ടെമ്പിളാണ്.
പിന്നെ ഈ ഒരു സ്ട്രക്ചറാണ്. ഇത്രയാണ് നമുക്ക് മുകളിൽ പോയാൽ കാണാൻ പറ്റുക. പക്ഷെ നല്ല വാസ്റ്റ് ആയിട്ടുള്ള ഏരിയയും ആ ഒരു ഓപ്പൺ സ്പേസും പിന്നെ നല്ല കാറ്റും ഒക്കെ ആയിട്ട് നല്ല രസമാണ് അവിടെ നിൽക്കാനായിട്ട്. വെയിലൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും അറിയത്തില്ല ആ കാറ്റിൽ. നല്ല രസമായിരുന്നു കാണാൻ. ഓരോ ആംഗിളിൽ നോക്കിയാൽ ഈഗിളിൻ്റെ ഓരോ രീതിയിലാണ് ആ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റുക. ശരിക്കും അമേസിങ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറായിരുന്നു കേട്ടോ ഇത്. സ്റ്റേജാണ് ഇവിടെ ഇവന്റ്സ് ഒക്കെ നടത്താറുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ സ്റ്റേജാണ്. നമ്മൾ താഴെ ആയിരുന്നപ്പോൾ ഇതിന്റെ ഒരു ഇതും ഉണ്ടായിരുന്നു. അതായത് ഇവിടെ വെച്ച് ഇവന്റ്സ് എടുക്കാനും ഉള്ളതുണ്ട്. സ്റ്റേജാണിത്. വ്യൂ അടിപൊളിയാട്ടോ. വ്യൂസ് ഒക്കെ എങ്ങനെയുണ്ട്? വ്യൂ എങ്ങനെയുണ്ട്? വ്യൂ ഒരു രക്ഷയില്ല, സൂപ്പറാണേ. രാമന്റെ കാല് പതിയ സ്ഥലമുണ്ട്. അപ്പൊ ആളുകളൊക്കെ കൂടുതലും അങ്ങോട്ടാണ് പോകുന്നത് അവിടുത്തെ ആ ഒരു ഇത് കാണാൻ വേണ്ടി. അവിടെ ഒരു ടെമ്പിളുണ്ട്, കണ്ടോ? ടെമ്പിളുണ്ട്, രാമന്റെ ടെമ്പിളാണുള്ളത്. അവിടെ തന്നെയാണ് കൂടുതൽ ആൾക്കാരൊക്കെ പോകുന്നത്. കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. നേറ്റീവ്സ് കുറവാണ്. മുകളിലൊന്നും കയറാൻ പാടില്ല, അതാണ് ആ സ്ട്രക്ചറിന്റെ മുകളിലൊന്നും കയറാൻ പാടില്ല. പോയിന്റ് പോയി നോക്കാവേ, വ്യൂ പോയിന്റ് പോവാം. അതിൻ്റെ അകത്ത് കുറച്ച് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ വെച്ചു. ഇതാണ് വ്യൂ പോയിന്റ്. എന്ത് ഭംഗിയല്ലേ ഈ പോയിന്റ്. എനിക്ക് തോന്നുന്നു കേരളം ഫുള്ളാണെന്ന് തോന്നുന്നു കാഴ്ചയിൽ. കൊല്ലം ട്രിവാൻഡ്രമൊക്കെ ഫുൾ കവർ ചെയ്ത് വരുന്നുണ്ട് യൂസിൽ തന്നെ. എങ്ങനെയുണ്ട് വ്യൂ പോയിന്റ്? കുറേ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ കാണാൻ പറ്റുന്നുണ്ട്. നല്ല കാറ്റല്ലേ, കാറ്റൊരു രക്ഷയില്ല. അടിപൊളി കാറ്റ്. ഇവിടെ വന്ന് കാറ്റ് കൊണ്ട് ഇത് ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്രത്യേക ഒരു സ്ഥലം തന്നെ അല്ലേ? അങ്ങോട്ട് ഉദ്ദേശിച്ചില്ലല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഇവിടെ വന്ന. സൺഡേ ആണ് വന്നത്, എന്നിട്ട് പോലും നമുക്ക് ഫ്രീ ആയിട്ട് നിൽക്കാനുള്ള അത്രയും സ്പേസ് ഉണ്ട് ഇതിന്റെ മുകളിൽ. നല്ല നിറയെ സ്പേസ് ഉണ്ട്. ഒരുപാട് സ്പേസ്. ആളുകൾ ഇങ്ങനെ നമ്മൾ വന്നപ്പോൾ തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഇങ്ങനെ ഷാറ്റേഡ് ആയിട്ട് നിൽക്കുവാണ്. സ്പേസ് കൊണ്ട് കാമാണ്. അതായത് നല്ല അടിപൊളി ആ ഒരു ക്ലൈമറ്റും ആ ഒരു കാറ്റും പിന്നെ വ്യൂ ഒക്കെ ആയിട്ട് രക്ഷയില്ലാട്ടോ. ഇച്ചു എന്താണ് അവിടെ? ഇച്ചു എന്താണ്? ഇച്ചു പിണങ്ങി നിൽക്കണം. അകത്ത് വന്ന ഉടനെ അകത്ത് കയറിയില്ല എന്നുള്ള വിഷമത്തിൽ പിണങ്ങി നിൽക്കണം. പിണക്കം ഉണ്ടായിച്ചു. മങ്കി പോസ് ചെയ്യണം. അതായത് കൈ താറ്റത് എങ്ങനെയുണ്ടെന്ന് പറ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? കേബിൾ കാട്ടിലൊക്കെ കയറി എങ്ങനെയുണ്ട്? അടിപൊളിയായ? പേടിയായി. നോക്ക് മുകളിലോട്ട് നോക്കും, ഫോണിൽ നോക്ക്. നിലവിൽ ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പക്ഷി ശില്പമാണ് ഇതെന്ന് പറയുന്നത്. കൂടാതെ ഏകദേശം സീ ലെവലിൽ നിന്ന് ഏകദേശം 350 മീറ്റർ ഉയരത്തിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആ ഒരു പാറയുടെ മുകളിൽ ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിൻ്റെ മുകളിലാണ് ഈ ഒരു ശില്പം പണിത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശില്പം കാണാൻ ഭയങ്കര ഭംഗിയാണ്. ആ ഒരു പാറയും ആ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു പാറയുടെ മുകളിൽ
അത്രയും വീതിയിലും ആ ഒരു സൈസിലും പണിത് വെച്ചിരിക്കുന്ന ഈ ശില്പം കാണാൻ ഭയങ്കര ഭംഗിയാണ്. നമ്മൾ ഓരോ സൈഡിൽ നോക്കുമ്പോഴും ശില്പത്തിന് ഓരോ ഭംഗിയാണ്. കൂടാതെ ആ ഒരു ഹിന്ദു മിത്തോളജി സ്റ്റോറി പ്രകാരം ആ ഒരു കോൺഫ്ലിക്റ്റിന് ശേഷം ഒരു ചിറക് മറിഞ്ഞു കിടക്കുന്ന രീതിയിലാണ് ശില്പം പണിത് വെച്ചിരിക്കുന്നത്. നല്ല ഉച്ച വെയിൽ വന്നാൽ പോലും ആ ഒരു മുകളിലത്തെ ആ ഒരു കാറ്റും ആ ആംബിയൻസും ഒക്കെ ആയിട്ട് നല്ല സുഖമാണ് ഇവിടെ നിൽക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ രാവിലെ മുതലേ ആളുണ്ട്. ഇതിനി ഒരു രാമൻ്റെ ടെമ്പിളുണ്ട് അവിടെ, അതിനാണ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് അവിടെ അകത്ത് നമ്മൾ ചെരുപ്പൊന്നും ഇട്ടുകൊണ്ട് പോകാൻ പാടില്ല, അതുകൊണ്ട് ചപ്പലൊക്കെ പുറത്തിട്ടിട്ടാണ് നമ്മൾ അകത്ത് കയറിയത്. ഇതിൻ്റെ അകത്തൊരു ഫുട് പ്രിൻറ്റും പിന്നെ ഒരു ടെമ്പിളും ആണ് ഉള്ളത്. പക്ഷേ അത് എന്തൊക്കെ പറഞ്ഞാലും ആ ടെമ്പിൾ ഇരിക്കുന്ന ലൊക്കേഷൻ അതൊരു ഭയങ്കര ഒരു ഭംഗിയാണ്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, കാണുമ്പോഴേ അറിയാം, ഭയങ്കര ഭംഗിയായിട്ടുള്ളൊരു ലൊക്കേഷൻ തന്നെയാണ്. ഇതാണ് ടെമ്പിൾ. കാൽപാദം എന്ത് പതിന്ന് പറഞ്ഞു എവിടെ? അത് അവിടെയാണെന്ന് തോന്നുന്നു. ഇതൊന്ന് വെറുതെ വെച്ച് തള്ളിയതാടെ? അല്ലല്ല, അവിടെ എഴുതിയിരിക്കുകയല്ലാണ്. ഇതിൻ്റെ അകത്താണ് ഗ്രാമിന്റെ കാൽപാദം പഞ്ചസ്ഥലം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അവരോട് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രക്ഷയില്ല എന്റെ രക്ഷയില്ല. സിറ്റി വ്യൂ, സിറ്റി സിറ്റി ചെറുതേ പോലെ ഇരിക്കുന്നു. ശരിക്കും നമ്മളിത് ആ റോഡ് വഴിയാണ് വന്ന ഇന്ത്യൻ പെട്രോൾ പമ്പിന്റെ ബോർഡ് ഇതിരിക്കണല്ലേ, ഇതോ അവിടെ വെച്ചാണ് നമ്മൾ കവർ ചെയ്ത് ഇങ്ങോട്ട് കയറിയത്. ഓർമ്മ ഉണ്ടാ? കാറ്റത് ബാലൻസ് ചെയ്യണം അല്ലേ? കാറ്റെങ്ങനെയുണ്ട്? എന്ത് പുണ്യമുള്ളോ ഇത്? എന്ത് കാൽപാദോ? ഇതാണ് ആ ഫുട് പ്രിൻ്റ് എന്ന് പറഞ്ഞത്. കണ്ടിട്ട് ആ ഫുട് പ്രിൻ്റ് പോലെയൊന്നും സാധാരണ ഒരു ഫുട് പ്രിൻ്റ് പോലെയൊന്നും തോന്നിയില്ല. എന്തോ വെള്ളമൊക്കെ വീണ് കുഴിഞ്ഞതുപോലെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ ആ ഒരു വിശ്വാസപ്രകാരം അവരത് കീപ്പ് ചെയ്ത് ആളുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണ്. അവിടെ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ നമ്മൾ ഈ ജഡായു ആ ഒരു സ്ക്ലപ്ചറിൻ്റെ അകത്തോട്ട് എന്തെങ്കിലും ഉണ്ടോ, അകത്തൊരു മ്യൂസിയം പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോകാമെന്ന് പറഞ്ഞു. അങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇച്ചു വന്നപ്പം പോലെ അതിൻ്റെ അകത്ത് പോകണം, അതിൻ്റെ അകത്ത് എന്താന്ന് പറഞ്ഞ് അതിൻ്റെ അകത്ത് പോകാനായിരുന്ന കരച്ചിൽ. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾ അവിടെ പോയപ്പോഴേക്കും അത് ക്ലോസ്ഡ് ആയിരുന്നു. ഒരു വർക്ക് കാരണം അവർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ പിന്നെ അതിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല.
പിന്നെ കേബിൾ കാറിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യമാണ് ആ ഒരു സ്കൾപ്ചറിൻ്റെ കണ്ണിൽ, ആ ഒരു ഈഗിളിൻ്റെ കണ്ണിൽ നിന്ന് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, ഒരു ഗ്ലാസ് വെച്ചുള്ള. അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു വ്യൂ പോയിൻ്റ് നമുക്ക് കാണാൻ പറ്റുള്ളായിരുന്നു, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അത് കാണാൻ പറ്റിയില്ല. അപ്പോൾ അതൊരു ചെറിയ വിഷമമായിപ്പോയി. പിന്നെ അതിനുശേഷം നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ശരിക്കും അവിടെ നിന്ന് വരാൻ തന്നെ തോന്നില്ല കേട്ടോ, കാരണം ആ ഒരു കാറ്റും ആ ഒരു ആംബിയൻസൊക്കെ ആയിട്ട് നല്ല രസമാണ് അവിടെ നിൽക്കാനായിട്ട്. കുറച്ച് നേരം അവിടെ നിന്നപ്പോഴേക്കും ഈ കേബിൾ കാർട്ട് ഇങ്ങനെ വരുന്നു, പിന്നെ അടുത്ത ആളെ കയറ്റുന്നു, പോകുന്നു ആയിട്ട് ഇങ്ങനെ ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ കേബിൾ കാറിൽ തന്നെയാണ് പോകാൻ പോകുന്നത്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള ടിക്കറ്റ്സൊക്കെ കാണിച്ചിട്ട് വേണം നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോകാനുള്ളതിൽ കയറാനായിട്ട്. അതിനൊരു സ്റ്റേഷനും ഒക്കെ ഉണ്ട്. നമ്മൾ എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ അവർ ആളെണ്ണി ഓരോ ക്യാബ് അനുസരിച്ച് ഓരോ കാറിലായിട്ട് കയറ്റിയാണ് വിടുന്നത്. കറക്റ്റ് 6 പേരാണ് ഒരു കമ്പാർട്ട്മെൻറ്റിൽ വരിക. ഒരു കാറിൽ 6 പേരെന്ന രീതിയിലാണ്. ഇപ്പോൾ ഞങ്ങൾ കയറിയ കാറിലാണെങ്കിൽ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികളെയും കൂടെ കൂട്ടിയാണ് അവർ 6 പേരെന്ന രീതിയിലാക്കിയത്. നമ്മൾ ഇറങ്ങുവാണ്. തിരിച്ച് നമ്മൾ വന്ന വഴി പോലെ തന്നെ തിരിച്ച് കേബിൾ കാർട്ടിൽ തന്നെയാണ് ഇറങ്ങുന്നത്. സൂപ്പറാണ് കേട്ടോ, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി അപ്പുറത്തെ കാട്ടിൽ ഇപ്പോൾ ഇവിടെയൊക്കെ 6 മെമ്പേഴ്സ് വെച്ചുണ്ട്. നമ്മളിപ്പോ 4 ഉള്ളൂ. കുഞ്ഞുങ്ങളായതുകൊണ്ടാണ് തോന്നുന്നു അവരെയും കൂടെ ചോദിച്ചു. ഒരു കേബിൾ കാർട്ടിൽ 6 പേരെ അവർ കയറ്റത്തുള്ളൂ. അങ്ങനെയാണ്. इसमें से जाती है आवाज, ये खुला है। നല്ല സ്പീഡായിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ ഇറങ്ങിയ ടൈം ആയപ്പോ സൺസെറ്റ് ആവാറായി. अरे क्या कर रहा है, उतरने वाले 5 मिनट में। पता है ना कितनी देर में उतर गए थे अपन। അവൻ എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ മുകളിലോട്ട് പോകുന്നത്. കേബിൾ കാറിൽ നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് കുറച്ചൊന്ന് ഒരു പേടി പോലെ, കാരണം നല്ല ഫാസ്റ്റായിട്ടായിരിക്കും അത് ഇറങ്ങുന്നത്. കൂടാതെ നമ്മളിങ്ങനെ ഇറക്കത്തിലോട്ട് ഇറങ്ങുന്നതുകൊണ്ടായിരിക്കും നമ്മുടെ ചെവിയൊക്കെ ഇങ്ങനെ അടഞ്ഞ് ആ ഒരു ഫീലിംഗാണ് എനിക്കുണ്ടായത്. ഈ ചെവിയൊക്കെ ഇങ്ങനെ അടഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കാണാൻ വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. കൊല്ലം ബീച്ചൊക്കെ ഉണ്ട്. കൊല്ലത്ത് ഒരുപാട് സ്ഥലമുണ്ട്. ഫോട്ടോ എടുത്തതിൻ്റെ QR കോഡാണ് ഇത്. ഇവർ ഫസ്റ്റ് ഫ്ലോറിൽ കാണിച്ചതിന് ശേഷം അവർ പ്രിൻ്റ് ഔട്ട് ചെയ്ത് തരുമെന്നാണ് പറഞ്ഞത്. നമുക്കപ്പം നോക്കാം അല്ലേ. അടുത്തടുത്ത് കാണിക്കാം. കേബിൾ കാറിൽ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ നേരെ പോകുന്നത് ഈ ഫസ്റ്റ് ഫ്ലോറിലെ ഈ ഒരു സെക്ഷനിലോട്ടാണ്. ഇവിടെയാണ് നമ്മൾ നേരത്തെ എടുത്ത ഫോട്ടോസൊക്കെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറ്റി നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് തരുന്നതായിരിക്കും. ഒരു പ്രിൻറ്റിന് 100 rupees വെച്ചാണ് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ ഒരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. അതായത് ഒരു ബോൾ എറിയുന്നതിന് ആ ബോൾ കറക്റ്റായിട്ട് വീഴുകയാണെങ്കിൽ ഇതിൽ ഏത് ഡോൾ വേണം നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെയാണ്. ഒരു ബോളിന് 100 rupees വെച്ചാണ് അവർ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ഗെയിംസും പിന്നെ ക്യാൻറ്റീനും അങ്ങനെ ഒക്കെ ആയിട്ടാണ് അവിടെ ആ ഒരു ഫസ്റ്റ് ഫ്ലോർ പോകുന്നത്. അവിടെ ഇരിക്കുന്ന ഡോൾസിൻ്റെ ഒക്കെ ഭംഗിയാണ്. ഞങ്ങൾ 2-3 ഗെയിംസൊക്കെ ട്രൈ ചെയ്തായിരുന്നു. ഇതാണ് പിന്നെ സംഭവിച്ചത്.
എന്നെ കാണില്ല പതിയിടെ പതിയാ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. എന്നെ അവിടെ അട്രാക്ട് ചെയ്ത കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഷോളിനും എൻ്റെ ഒരു കോസ്റ്റ്യൂമിനും മാച്ചായിട്ടുള്ള കുറേ തിങ്സ് ഞാൻ അവിടെ കണ്ടു. അങ്ങനെയാണ് പിന്നെ ഞാൻ അതിനകത്തോട്ട് കയറി എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി എല്ലാം ഒന്ന് നോക്കി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു പേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രത്യേകിച്ച് ആ ഒരു കോസ്റ്റ്യൂമിന് മാച്ചായിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളവിടെ നോക്കിയതിന് ശേഷം വില കേട്ട് നമ്മൾ ഓടിക്കളഞ്ഞു അവിടെ നിന്ന്. നല്ല വിലയുണ്ട്, കാരണം ഡ്യൂട്ടി ഫ്രീ ഷോപ്പായതുകൊണ്ട് തന്നെ നല്ല റേറ്റാണ് എല്ലാത്തിനും. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണിക്കുന്ന സമയത്ത് എൻ്റെ ബാറ്ററി ലോ എന്ന് പറഞ്ഞാൽ വെറും 1% ചാർജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇതുവരെ ക്ഷമയോടെ കണ്ട എല്ലാവർക്കും താങ്ക് യു. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ചിന്തൻ ബൈ ഫ്രം കൽബൗസ്. ഞാൻ പോയി ചാർജ് ചെയ്തിട്ടോട്ടെ.